നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർഷക ആത്മഹത്യ പെൻഷൻ മുടങ്ങിയതുകൊണ്ടല്ലെന്ന് ഇ.പി. ജയരാജൻ. ആത്മഹത്യക്ക് കാരണം ഫെഡറൽ ബാങ്കിന്റെ അനാസ്ഥ. സിബിൽ സ്കോർ പ്രശ്നത്തിലാണ് വായ്പ മുടങ്ങിയതെന്നും ഇ.പി. ജയരാജൻ. വേവ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന് 20,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സാഹിത്യകാരൻ എം. മുകുന്ദൻ സമ്മാനിക്കും. സർക്കാരിന്റെ വികസനക്ഷേമ നേട്ടങ്ങൾ ജനങ്ങളെ നേരിൽ കണ്ട് വിശദീകരിക്കാനാണ് നവകേരള സദസ്സെന്ന് എം. വി. ജയരാജൻ. രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ പരിപാടിക്കുണ്ടെന്നും എം. വി. വാർത്തകൾ വിശദമായി. കർഷക ആത്മഹത്യ പെൻഷൻ മുടങ്ങിയത് കൊണ്ടല്ലെന്ന് ഇ.പി. ജയരാജൻ. സംസ്ഥാനത്ത് ഒരു കർഷകനും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യവും ഇപ്പോഴില്ല. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തയാൾ ബി.ജെ.പി. നേതാവാണ്. ആത്മഹത്യക്ക് കാരണം ഫെഡറൽ ബാങ്കിന്റെ അനാസ്ഥയാണ്. സിബിൽ സ്കോർ പ്രശ്നത്തിലാണ് വായ്പ മുടങ്ങിയത്. ഇതിന് സർക്കാർ എന്ത് പിഴച്ചുവെന്നും ഇ.പി. ചോദിച്ചു. ആത്മഹത്യയുടെ കാരണങ്ങൾ ലളിതമാണ്. ഓരോ മാനസികാവസ്ഥയിലാണ് ഓരോരുത്തരും ആത്മഹത്യ ചെയ്യുന്നത് എന്നും ഇ.പി. ജയരാജൻ കൂട്ടിച്ചേർത്തു. ആത്മഹത്യാ കുറിപ്പുകൾ സംബന്ധിച്ച് പരിശോധന ആവശ്യമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു കൃഷിക്കാരനും ഇവിടെ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് വെറുതെ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞു പാലക്കാട് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അതുകൊണ്ടൊന്നുമില്ല. അദ്ദേഹം ബി.ജെ.പിയുടെ നേതാവാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അത് ബാങ്കുകാർ ചെയ്ത് തെറ്റായ നടപടിയാണ്. അവരുടെ സിവിൽ റാങ്ക് ഉണ്ട്. ആ റാങ്കിൽ ആ ബാങ്ക് പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ലോൺ കൊടുക്കില്ല. ഇദ്ദേഹം അതിൽ പെടുന്ന ആ റാങ്കിൽ പെടുന്ന ആളുമല്ല. ലോൺ കൊടുക്കേണ്ടതാണ്. ഫെഡറൽ ബാങ്ക് കൊടുത്തില്ല. ആ ഫെഡറൽ ബാങ്കാണ് വായ്പ കൊടുക്കാത്തതുകൊണ്ടാണ് അദ്ദേഹം നിരാശനായി ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത്. അതിന് ഗവൺമെൻറ് അത് പിഴച്ചു. വൃക്ക രോഗികൾക്ക് സാന്ത്വനമായി IRPC ശ്രീനാരായണ ഡയാലിസിസ് സെന്റർ കണ്ണൂർ കണ്ണോത്തുംചാലിൽ പ്രവർത്തനം തുടങ്ങി. ഡയാലിസിസ് സെന്റർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. 60 വർഷങ്ങൾക്ക് മുമ്പ് പ്രമുഖ വ്യവസായിയും കണ്ണൂരിലെ പൗരപ്രമുഖരിൽ ഒരാളുമായിരുന്ന ആര്യബന്ധു P.K. ബാപ്പു ആയിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ആദർശത്തെ മുൻനിർത്തി 1/2 ഏക്കറിലധികം ഭൂമിയും അതിലൊരു വായനശാലയും ഹാളും അടങ്ങുന്ന കെട്ടിടവും പണിത് നാടിന് സംഭാവനയായി നൽകിയത്. വായനശാലയ്ക്ക് ശ്രീനാരായണ വായനശാല എന്ന് പേരും നൽകി. ഇതിന്റെ പരിപാലനത്തിനായി ശ്രീനാരായണ സേവാ സംഘം രൂപീകരിക്കുകയും ചെയ്തു. ഇവിടെയാണ് 10 ഡയാലിസിസ് മെഷീനുകൾ അടക്കം എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഡയാലിസിസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. ഓട്ടിസം, സെറിബ്രൽ പാൾസി ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഡയാലിസിസ് സെന്ററിനോടനുബന്ധിച്ച് ഒരു സ്പെഷ്യൽ സ്കൂളും പ്രവർത്തനം ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനം മുൻമന്ത്രി ഇ.പി. ജയരാജൻ നിർവഹിച്ചു. ജനിക്കുമ്പോൾ തന്നെ ചില വൈകല്യങ്ങളാൽ ഭാവി ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ഉയർത്തിക്കൊണ്ടുവരാൻ, ആ കുഞ്ഞുങ്ങൾക്കൊരു ജീവിതം കൊടുക്കാൻ പ്രത്യേകമായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള കുട്ടികളെ ദിനചര്യകളിലൂടെ, മരുന്നുകളിലൂടെ അവരെ സാധാരണ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത്. ഡയാലിസിസ് സെന്ററിന്റെ ഓഫീസ് ഉദ്ഘാടനം മുൻ MLA എം. വി. ജയരാജനും നിർവഹിച്ചു. പി. ജയരാജൻ അധ്യക്ഷത വഹിച്ചു. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P.P. ദിവ്യ, M. പ്രകാശൻ മാസ്റ്റർ, K.C. ഹരികൃഷ്ണൻ മാസ്റ്റർ, ഡോക്ടർ K.P. ബാലകൃഷ്ണ പൊതുവാൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജലപാത പദ്ധതി ഉപേക്ഷിക്കണമെന്നും ഈ ആവശ്യം ഉന്നയിച്ച് നവംബർ 21 നവകേരള സദസ്സ് നടക്കുന്ന ദിവസം കണ്ണീർ സമർപ്പണ യാത്ര സംഘടിപ്പിക്കുമെന്നും സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച കണ്ണൂർ മണ്ഡലം നവകേരള സദസ്സിലേക്കായിരിക്കും കണ്ണീർ സമർപ്പണ യാത്ര നടത്തുക. ഉച്ചയ്ക്ക് 2-ന് താണയിൽ നിന്നും ആരംഭിക്കും. രാജ്യത്തെ നദികളുടെ സംയോജനത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്ന പോലെ തന്നെ കേരളത്തിൽ നദി സംയോജനത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ പദ്ധതി നദി സംയോജനം എന്ന നിലയിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഒരു സർക്കുലറാണ് കഴിഞ്ഞ ദിവസം 11-ാം തീയതി കേരള സർക്കാർ ഇറക്കിയത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കണ്ണൂർ ജില്ലയിലെ വേലിയിറക്കത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെ 2 ഇതിൽ 5 മീറ്റർ വെള്ളം നിലനിന്നാൽ മാത്രമേ ഒരു നൗക ഓടുകയുള്ളൂ. എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് പഠനത്തിൽ പറയുന്നത് 2.2 മീറ്ററാണ്. ഈ വേലിയിറക്കത്തിന് 2.2 മീറ്റർ വെള്ളം നിലനിൽക്കില്ല എന്ന് കൃത്യമായി തന്നെ പഠന റിപ്പോർട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഇല്ലിക്കുന്ന് പ്രദേശത്ത് ഉള്ള കണ്ടൽ വനം, ആ കണ്ടൽ വനം പറയുന്നത്
പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥകൾ പോലും ഇല്ലാതാകുന്ന ഈ കണ്ടൽ വനം നശിച്ചാൽ ഇല്ലാതാകുമെന്ന് വളരെ വ്യക്തമായി തന്നെ പഠന റിപ്പോർട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ അനുമതി വാങ്ങാതെ പാരിസ്ഥിതികാഘാത പഠനം നടത്താതെ ഈ പദ്ധതിയെ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പാവങ്ങളുടെ കിടപ്പാടം സമ്പന്ന കോർപ്പറേറ്റ് മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കരുത്, മാഹി വളപട്ടണം കൃത്രിമ ജലപാത പദ്ധതി ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ മാഹി വളപട്ടണം കൃത്രിമ ജലപാതയുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. പദ്ധതി മൂലം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നവരും കുടിയിറങ്ങേണ്ടി വരുന്നവരും വളരെ കാലമായി ഈ പദ്ധതി ആർക്ക് വേണ്ടിയാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഉത്തരമില്ലെന്ന് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ജലപാതയോട് അനുബന്ധിച്ച് വിവിധ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഭൂമി സംസ്ഥാനത്തിന്റെ PPP നയത്തിന്റെ അടിസ്ഥാനത്തിൽ നിക്ഷേപകർക്ക് ലഭ്യമാക്കുകയാണെന്നും സമരസമിതി കുറ്റപ്പെടുത്തി. ഇ മനീഷ്, PP മോഹനൻ, TV മനോഹരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നവകേരള സദസ്സിന്റെ ഭാഗമായി കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തു. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ഹരിതകർമ്മ സേന അംഗങ്ങളുടെ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചാണ് ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തത്. വാതിൽപ്പടി മാലിന്യ ശേഖരണത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. താലൂക്ക് ഓഡിറ്റോറിയത്തിലാണ് പരിശോധനാ ക്യാമ്പും ആദരവ് പരിപാടിയും സംഘടിപ്പിച്ചത്. പരിശോധനാ ക്യാമ്പ് കണ്ണൂർ MLA രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചടങ്ങിൽ വെച്ച് ആദരവ് നൽകി. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിമാർ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ജനങ്ങളെ കാണുന്ന പ്രവർത്തനം നടക്കുകയാണ്. അതാണ് നവകേരള സദസ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അനുബന്ധമായി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിക്കുകയും അതിൻ്റെ തുടർച്ചയായി നവകേരളം കർമ്മ പദ്ധതി ഹരിതകേരള മിഷൻ്റെ പ്രവർത്തനം എന്ന നിലയിൽ നമ്മുടെ ഹരിതകർമ്മ സേന കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള ഹരിതകർമ്മ സേന അംഗങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധിക്കുകയും അവർക്ക് ഹെൽത്ത് കാർഡ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ പറ്റിയാണ് ഞങ്ങൾ ആലോചിച്ചത്. അതിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ കണ്ണൂർ താലൂക്ക് ഓഫീസിലെ അവിടെയുള്ള ഹാളിൽ വെച്ച് ഞങ്ങളിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവരുടെ പരിശോധന ക്യാമ്പ് നടത്തണമെന്ന് ഗവൺമെൻറ് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. അതെല്ലാ സ്ഥലത്തും നടന്നു വരികയാണ്. അപ്പോൾ അത് ഒന്നും കൂടി വിശദമായ പരിശോധന നടത്തി അവർക്കൊരു ഹെൽത്ത് കാർഡ് കൈമാറും. അത് ഒരു 1.5 മാസങ്ങളിൽ വീണ്ടും പരിശോധന നടത്താനുള്ള സംവിധാനം ആരോഗ്യ വകുപ്പിലെ ആർദ്രം എന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഒരു മിഷനാണ്. ആ മിഷനുമായി കൂടിച്ചേർന്നുകൊണ്ട് നമ്മൾ വീണ്ടും തുടർച്ചയായി നടത്തുന്നു. 1.5 മാസങ്ങൾ തുടർച്ചയായി നടത്തുകയും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ പരിശോധന ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗവൺമെൻറ്റിലേക്ക് റെഫർ ചെയ്ത് മറ്റ് റെഫറൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിനും അതിന് ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്താനൊക്കെയാണ് നമ്മൾ ആലോചിച്ചതും ഗവൺമെൻറ് ഇപ്പോൾ അതാണ് ചെയ്തു വരുന്നത്. ആരോഗ്യ വകുപ്പ് ഡെപ്യൂട്ടി DMO ഡോക്ടർ KT രേഖ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരളം ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KM സുനിൽകുമാർ, നിർമ്മൽ ഭാരത്, MT മുഹമ്മദ് ഫഹദ്, ഹരിത കേരളം മിഷൻ RP മാരായ സുനിൽ ദത്തൻ, നാരായണൻ K തുടങ്ങിയവർ സംസാരിച്ചു. ഹരിതകർമ്മ സേനകൾക്കായി ആരോഗ്യ പരിശോധനയ്ക്കായി ആദരവ് സമർപ്പിക്കുന്ന ഒരു ശ്രദ്ധേയമായ ചടങ്ങാണ് സംഘാടകന്മാരായ എല്ലാവരെയും ആദ്യമായി അഭ്യർത്ഥിക്കാൻ പ്രധാനം ചെയ്യുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ നടത്തുന്നത്. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷക ആത്മഹത്യ പെൻഷൻ മുടങ്ങിയതുകൊണ്ടല്ലെന്ന് EP ജയരാജൻ. ആത്മഹത്യക്ക് കാരണം ഫെഡറൽ ബാങ്കിന്റെ അനാസ്ഥ. സിബിൽ സ്കോർ പ്രശ്നത്തിലാണ് വായ്പ മുടങ്ങിയതെന്നും EP ജയരാജൻ. വേവ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്. 20,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സാഹിത്യകാരൻ M മുകുന്ദൻ സമ്മാനിക്കും. സർക്കാരിന്റെ വികസനക്ഷേമ നേട്ടങ്ങൾ ജനങ്ങളെ നേരിൽ കണ്ട് വിശദീകരിക്കാനാണ് നവകേരള സദസ്സെന്ന് MV ജയരാജൻ. രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ പരിപാടിക്കുണ്ടെന്നും MV. അറിഞ്ഞോ 15% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സൂപ്പർ സെയിൽ സൂപ്പർ ഡിസ്കൗണ്ട്. എല്ലാ സെക്ഷനുകളിലെയും ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുകൾ 15 മുതൽ 50% വരെ ഡിസ്കൗണ്ടിൽ. ഈ ഓഫർ നവംബർ 5 മുതൽ ഡിസംബർ 5 വരെ ലുലു സാരീസ് കണ്ണൂർ തലശ്ശേരി ബ്രാഞ്ചുകളിൽ മാത്രം.
മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫാലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. MO റോഡ്, തൃശൂർ. MMR കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ്, കണ്ണൂർ. വിശേഷാവസരങ്ങൾക്ക് സ്വാദിഷ്ട നാടൻ സദ്യയും വെജ്, നോൺ വെജ് വിഭവങ്ങളും. ഓർഡർ അനുസരിച്ച് ഡോർ ഡെലിവറി. MMR കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ്, കണ്ണൂർ. ഗവൺമെന്റ് അംഗീകാരത്തോടെ കൃത്രിമ രുചി കൂട്ടിച്ചേരാത്ത ഭക്ഷ്യവിഭവങ്ങൾ, കൃത്യമായ സർവീസ്, 50 വർഷത്തെ അനുഭവ പരിചയമുള്ള പാചക വിദഗ്ധരുടെ കൈപുണ്യം. തലശ്ശേരി, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. MMR കാറ്ററിംഗ്, KSCBക്ക് സമീപം, താഴെ ചൊവ്വ, കണ്ണൂർ. കോൺടാക്ട് നമ്പർ 9744323436. വാർത്തയിലേക്ക്. കണ്ണൂരിലെ കലാ സാംസ്കാരിക സംഘടനയായ കണ്ണൂർ വേവ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് സുകുമാർ അഴീക്കോട് പുരസ്കാരത്തിന് പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് അർഹനായതായി സംഘാടകർ അറിയിച്ചു. നവംബർ 26 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് കണ്ണൂർ സാധു മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ സാഹിത്യകാരൻ M. മുകുന്ദൻ പുരസ്കാര സമർപ്പണം നടത്തും. 20,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് അവർക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. നവംബർ 26-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് പ്രശസ്ത സാഹിത്യകാരൻ M. മുകുന്ദൻ അവർ പ്രൊഫസർ മുതുകാട് അവർക്ക് പുരസ്കാരം സമ്മാനിക്കുന്നതാണ്. ആ അവസരത്തിൽ കണ്ണൂരിലെ MLA-മാരും മേയർ, മറ്റ് പ്രസിദ്ധരായ കലാകാരന്മാരും സാമൂഹ്യ പ്രവർത്തകന്മാരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ മേയർ TO മോഹൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA, KV സുമേഷ് MLA, ഡെപ്യൂട്ടി മേയർ K. ഷബീന ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. പരിപാടിക്ക് മുന്നോടിയായി 5 മണിക്ക് തളാപ്പ് സംഗീത കലാക്ഷേത്രം വിദ്യാർത്ഥികളുടെ നൃത്തസന്ധ്യ അരങ്ങേറും. മാജിക്കിന്റെ ലോകത്ത് വിസ്മയം തീർത്തി ഇപ്പോൾ അതിൽ നിന്നും വിടവാങ്ങി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ശാക്തീകരണത്തിനായി യൂണിവേഴ്സൽ എംപവർമെന്റ് സെന്റർ എന്ന മഹാസംരംഭം ഒരുക്കിയ മനുഷ്യസ്നേഹിയാണ് ഗോപിനാഥ് മുതുകാടെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KP ശ്രീശൻ, ON രമേശൻ, P. വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
കണ്ണൂർ മണ്ഡലം നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ ആശുപത്രി സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം സൂംബ ഡാൻസ് അവതരിപ്പിച്ചു. കണ്ണൂർ മണ്ഡലം MLA രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുഖ്യ അതിഥിയായി കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ് ഡെപ്യൂട്ടി DMO ഡോക്ടർ രേഖ KT പങ്കെടുത്തു. ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് PMR മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മായ ഗോപാലകൃഷ്ണൻ ക്ലാസ് എടുത്തു. കണ്ണൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലേഖ V അധ്യക്ഷത വഹിച്ചു. RMO ഡോക്ടർ സുമിൻ മോഹൻ, സെക്രട്ടറി ആൻഡ് ട്രഷറർ AP സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ എല്ലാ വിഭാഗം ജീവനക്കാരും പങ്കെടുത്തുള്ള സൂംബ ഡാൻസ് അരങ്ങേറി. ഡാൻസിന് രഞ്ജിനി R നേതൃത്വം നൽകി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന കണ്ണൂർ മണ്ഡലം നവകേരള സദസ്സിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. എടച്ചൊവ്വ ഇരുവങ്കി കഞ്ചാരംകണ്ടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പുഷ്പാഭിഷേകം നടത്തി. വിശിഷ്ടമായ സ്കന്ദഷഷ്ടി ദിവസമാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് ആദ്യമായി പുഷ്പാഭിഷേകം നടത്തിയത്. സ്കന്ദഷഷ്ടി ദിവസം ഇരുവങ്കി കഞ്ചാരംകണ്ടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ആദ്യമായാണ് പുഷ്പാഭിഷേകം ചെയ്യുന്നത്. സന്താന സൗഭാഗ്യം, അരിഷ്ടതകൾ മാറുവാൻ, രോഗശാന്തിക്കും മംഗല്യ സൗഭാഗ്യത്തിനും വേണ്ടിയാണ് പുഷ്പാഭിഷേകം നടത്തുന്നത്. രാവിലെ 11:30 മുതലാണ് അഭിഷേകം ആരംഭിച്ചത്. കെട്ടിട നിർമ്മാണ രംഗത്ത് സർക്കാർ അംഗീകൃത ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസേഴ്സ് ആൻഡ് ഫെഡറേഷൻ ലെൻസ്ഫെഡിന്റെ ആസ്ഥാന മന്ദിരം ലെൻസ്ഫെഡ് ഭവൻ നവംബർ 20 തിങ്കളാഴ്ച രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിക്കുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിന് പിറകുവശത്താണ് ആസ്ഥാന മന്ദിരം പ്രവർത്തിക്കുന്നത്. നിർമ്മാണ മേഖലയിലെ ഇന്ന് പ്രവർത്തിച്ചു വരുന്ന സംഘടനകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അസംഘടിതരായ നമ്മുടെ ഒരുപാട് കൂട്ടായ്മകളെ ഒന്നിച്ചു കൊണ്ടുവന്ന ലെൻസ്ഫെഡ് എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം അതിൻ്റെ സിൽവർ ജൂബിലിയുടെ നിറവിലാണ് ഇപ്പോഴുള്ളത്. ഇത്തവണത്തെ നമ്മുടെ ജില്ലാ സമ്മേളനത്തിന് 2-3 പ്രത്യേകതകളുണ്ട്. ഒന്ന്, നമ്മൾ 25ാം വാർഷികത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ അവസരത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് സ്വന്തമായൊരു ആസ്ഥാന മന്ദിരം പള്ളിക്കുന്നിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇനോഗ്രേഷൻ 20-ാം തീയതിയാണ്. അതുകൂടാതെ സിൽവർ ജൂബിലിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കൾച്ചറൽ പ്രോഗ്രാം, സിൽവർ ജൂബിലി സെലിബ്രേഷൻ പ്രോഗ്രാം തന്നെ നവനീതം ഓഡിറ്റോറിയത്തിൽ 20-ാം തീയതി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം 21-ാം തീയതിയാണ് നമ്മളുടെ ജില്ലാ കോൺഫറൻസ് നടക്കുന്നത്.
സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ, സംസ്ഥാന സെക്രട്ടറി M മനോജ് തുടങ്ങിയ സംസ്ഥാന ജില്ലാ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. അന്നേ ദിവസം തിങ്കളാഴ്ച വൈകിട്ട് 3:30 നവനീതം ഹാളിൽ സംഘടനയുടെ സിൽവർ ജൂബിലി ആഘോഷം ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ എബി N ജോസഫ് ഉദ്ഘാടനം ചെയ്യും. 13ാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം നവംബർ 21 രാവിലെ 10 മണിക്ക് കണ്ണൂർ നവനീതം ഓഡിറ്റോറിയത്തിൽ മേയർ TO മോഹനൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. ചടങ്ങിൽ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ, സംസ്ഥാന സെക്രട്ടറി M മനോജ് തുടങ്ങിയവരും പങ്കെടുക്കും. ജില്ലാ സമ്മേളന വിളംബര ജാഥ വൈകിട്ട് 4-ന് ചേംബർ ഹാളിൽ നിന്നും മഹാത്മാ മന്ദിരത്തിലേക്ക് സംഘടിപ്പിച്ചു. തുടർന്ന് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് സെമിനാറും നടത്തി. വാർത്താ സമ്മേളനത്തിൽ പ്രസീജ് കുമാർ, KV ജഗത് പ്യാരി, VC മധുസൂദനൻ, പ്രശാന്ത് കുമാർ, പോള ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വീണ്ടും ഒരു ഇടവേള കൂടി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷക ആത്മഹത്യ പെൻഷൻ മുടങ്ങിയതുകൊണ്ടല്ലെന്ന് EP ജയരാജൻ. ആത്മഹത്യക്ക് കാരണം ഫെഡറൽ ബാങ്കിന്റെ അനാസ്ഥ. സിബിൽ സ്കോർ പ്രശ്നത്തിലാണ് വായ്പ മുടങ്ങിയതെന്നും EP ജയരാജൻ. വേവ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്. 20,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സാഹിത്യകാരൻ M മുകുന്ദൻ സമ്മാനിക്കും. സർക്കാരിന്റെ വികസനക്ഷേമ നേട്ടങ്ങൾ ജനങ്ങളെ നേരിൽ കണ്ട് വിശദീകരിക്കാനാണ് നവകേരള സദസ്സെന്ന് MV ജയരാജൻ. രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ പരിപാടിക്കുണ്ടെന്നും MV. അറിഞ്ഞോ 15% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സൂപ്പർ സെയിൽ സൂപ്പർ ഡിസ്കൗണ്ട്. എല്ലാ സെക്ഷനുകളിലെയും ഏറ്റവും പുതിയ 20 കളക്ഷനുകൾ 15 മുതൽ 50% വരെ ഡിസ്കൗണ്ടിൽ. ഈ ഓഫർ നവംബർ 5 മുതൽ ഡിസംബർ 5 വരെ ലുലു സാരീസ് കണ്ണൂർ തലശ്ശേരി ബ്രാഞ്ചുകളിൽ മാത്രം. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫാലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. MMR Catering and Events, Kannur. വിശേഷാവസരങ്ങൾക്ക് സ്വാദിഷ്ട നാടൻ സദ്യയും വെജ്, നോൺ വെജ് വിഭവങ്ങളും. ഓർഡർ അനുസരിച്ച് ഡോർ ഡെലിവറി. MMR Catering and Events, Kannur. ഗവൺമെന്റ് അംഗീകാരത്തോടെ കൃത്രിമ രുചി കൂട്ടിച്ചേരാത്ത ഭക്ഷ്യവിഭവങ്ങൾ
ഹൃദ്യമായ സർവീസ്, 50 വർഷത്തെ അനുഭവ പരിചയമുള്ള പാചക വിദഗ്ധരുടെ കൈപുണ്യം. തലശ്ശേരി, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. MMR കേറ്ററിംഗ്, KSCBക്ക് സമീപം, താഴെ ചൊവ്വ, കണ്ണൂർ. കോൺടാക്ട് നമ്പർ 9744 323436. വാർത്തയിലേക്ക്. നവകേരള നിർമ്മിതി ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന നവകേരള സദസ്സ് വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളും സഹകരിക്കണമെന്ന് MV ജയരാജൻ. കണ്ണൂർ ജില്ലയിൽ നവംബർ 20, 21, 22 തീയതികളിൽ 11 കേന്ദ്രങ്ങളിലാണ് സദസ്സ് സംഘടിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും സർക്കാരിന്റെ വികസന ക്ഷേമ നേട്ടങ്ങൾ ജനങ്ങളെ നേരിൽ കണ്ട് വിശദീകരിക്കാനുമായി ഒരു സംസ്ഥാനത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും മന്ത്രിസഭയാകെ എത്തിച്ചേരുന്നത് രാജ്യത്ത് ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയാണ് ഈ സർക്കാർ പരിപാടിക്ക് ലഭിച്ചു വരുന്നത് എന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും ചെലവ് ചുരുക്കാനും മന്ത്രിമാരെല്ലാം ഒരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അത് തിരിച്ചറിഞ്ഞിട്ടും ചില കേന്ദ്രങ്ങൾ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടരുകയാണ്. ജില്ലയിൽ നവകേരള സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുബന്ധ പരിപാടികളിലും പ്രചരണത്തിലും വീട്ടുമുറ്റ യോഗങ്ങളിലും ഉണ്ടായ പങ്കാളിത്തം UDFനെ വിളറി പിടിപ്പിച്ചതുകൊണ്ടാണ് നവകേരള സദസ്സിന്റെ വിജയത്തിനു വേണ്ടി സഹായങ്ങൾ നൽകാൻ UDF ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ തീരുമാനമെടുത്തപ്പോൾ റദ്ദാക്കാനായി കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച ബാഹ്യമായ ഇടപെടൽ തെളിയിക്കുന്നത്. എന്നിട്ടും UDF ഭരിക്കുന്ന ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നവകേരള സദസ്സ് വിജയിപ്പിക്കാൻ സർക്കാരിനൊപ്പം അണിചേരുകയാണ് ഉണ്ടായത്. കോൺഗ്രസിന്റെ അടിമയെ പോലെ ലീഗുകാർ ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. എന്തായാലും ലീഗിലെ സാധാരണക്കാരായ പ്രവർത്തകന്മാർ വളരെയേറെ അസംതൃപ്തിയിലാണ്. അതുകൊണ്ട് തന്നെ നവകേരള സദസ്സ് അടക്കമുള്ള സർക്കാർ സംരംഭങ്ങളുമായി സഹകരിക്കും. സഹകരണ മേഖലയിൽ അവർ സഹകരിക്കുന്നുണ്ട്. അത് സാധാരണക്കാരായ UDF പ്രവർത്തകന്മാർ തിരിച്ചറിയുന്നു. ലീഗിന്റെ പലരും കോൺഗ്രസിന്റെ ചിലരും നവകേരള സദസ്സിന്റെ വീട്ടുമുറ്റ യോഗങ്ങളിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ നവകേരള സദസ്സിലും പങ്കെടുക്കുക. നേതാക്കൾക്ക് അധികാര കൊതിയാണ്, അണികൾക്ക് മുഖ്യം വികസനവും ക്ഷേമവുമാണ്. UDF രാഷ്ട്രീയമായി ശിഥിലമായി കഴിഞ്ഞു. അതുകൊണ്ടാണ് കനഗോലു മോഡൽ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. അതിലൊന്നാണ് കുറ്റവിചാരണ സദസ്സ്. ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തുന്ന അന്നദാനം വൃശ്ചികം 1 മുതൽ ആരംഭിച്ചതായി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ 28ഓളം സ്ഥലങ്ങളിലാണ് ക്യാമ്പ് നടത്തുന്നത്. കണ്ണൂരിലുള്ള ക്യാമ്പ് തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നവംബർ 20 മുതൽ ജനുവരി 20 വരെ 60 ദിവസമായി നടക്കും. ശബരിമലയിലും പമ്പയിലും അതേപോലെ 28 കേന്ദ്രങ്ങളിൽ, കേരളത്തിലെ 28 കേന്ദ്രങ്ങളിൽ അയ്യപ്പന്മാർക്ക് വേണ്ടുന്ന അന്നദാനവും അതേപോലെ അവർക്ക് വേണ്ടുന്ന മറ്റുള്ള പ്രാഥമിക സൗകര്യങ്ങൾ, അവർക്ക് വേണ്ടുന്ന ഇടത്താവളങ്ങൾ, താമസിക്കാനുള്ള ഇടത്താവളങ്ങളൊക്കെ ഈ 28 കേന്ദ്രങ്ങളിലായി നടന്നു വരികയാണ്. പമ്പയും സന്നിധാനവും ഇപ്രാവശ്യം കഴിഞ്ഞ 78 വർഷമായി നടക്കുന്ന അന്നദാനം ഇപ്രാവശ്യം നടത്താൻ കഴിയാത്തൊരു പ്രയാസം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ദേവസ്വം ബോർഡ് മാത്രം സന്നിധാനവും പമ്പയിലും അന്നദാനം നടത്തിയാൽ മതി എന്നുള്ള ഒരു തീരുമാനം ഹൈക്കോടതിയോട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രാവശ്യം അയ്യപ്പ സേവാ സംഘത്തിന് സന്നിധാനവും പമ്പയിലും അന്നദാനം കൊടുക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കാലാകാലമായി നടത്തിവരുന്ന സ്ട്രെച്ചർ സർവീസ്, കുടിവെള്ളം, അതുപോലെ ക്ലീനിങ് തുടങ്ങിയ കാര്യങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന പോലെ തന്നെ അയ്യപ്പ സേവാ സംഘം ഈ കേന്ദ്രങ്ങളിലും നടത്തി വരുന്നുണ്ട്. നവംബർ 20 ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്യും. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി കൊയ്യം ജനാർദ്ദനൻ അധ്യക്ഷത വഹിക്കും. മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ PK മധുസൂദനൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ അയ്യപ്പ സേവാ സംഘം ദേശീയ ജനറൽ സെക്രട്ടറി കൊയ്യം ജനാർദ്ദനൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CP അരവിന്ദാക്ഷൻ, ക്യാമ്പ് ഓഫീസർ ഡോക്ടർ MK ഹരിപ്രഭ, രക്ഷാധികാരി PC അശോകൻ, ക്യാമ്പ് സെക്രട്ടറി സന്തോഷ് KV തുടങ്ങിയവർ പങ്കെടുത്തു.
മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന കണ്ണൂർ മണ്ഡലം നവകേരള സദസ്സിന്റെ ഭാഗമായി ജില്ലാ ട്രഷറിയുടെ നേതൃത്വത്തിൽ ഇടപാടുകാരുടെ സംഗമം നടത്തി. കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് നമ്മുടെ സർക്കാരിന്റെ ട്രഷറി വകുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ ട്രഷറിയിൽ സ്ഥാപനം ജോലി ചെയ്ത് റിട്ടയർ ചെയ്തിട്ടുള്ള സുഹൃത്തുക്കൾ അവർ ജീവപ്രധാനങ്ങളായ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തിറങ്ങി പ്രവർത്തിക്കും. അതിന് പരിഹാരം കാണാൻ കഴിയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മുടെ ഈ നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്നത് എത്തിച്ചേരുന്നത് 21-നാണ്. ഇത് രാത്രി ഇവിടെ എത്തിച്ചേരും. അല്ലാതെ താമസപക്ഷം തുടങ്ങിയ കാര്യങ്ങൾ ഇതിൻ്റെ വിഭാഗത്തിൽ ചില ക്ഷണിതാക്കൾ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സംസേനാനികളോ പുരസ്കാര ജേതാക്കളോ അതുപോലെ സമൂഹത്തിന്റെ ADM KK ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറിയുടെ മുഖച്ഛായ മാറിയെന്നും എല്ലാ ട്രഷറികളിലെയും ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിച്ചുവെന്നും ഇടപാടുകാർക്ക് മെച്ചപ്പെട്ട സേവനം സമയബന്ധിതമായി ലഭിക്കുന്നുണ്ടെന്നും സംഗമം വിലയിരുത്തി. ട്രഷറി ഇടപാടുകാരായ പെൻഷൻകാർ, DDOമാർ, മറ്റ് ഇടപാടുകാർ ഉൾപ്പെടെ 350ഓളം പേർ പങ്കെടുത്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EK പത്മനാഭൻ, അസിസ്റ്റന്റ് ജില്ലാ സെക്രട്ടറി ഓഫീസർമാരായ TV തിലകൻ, EP വിനോദ്, സബ് ട്രഷറി ഓഫീസർ M സീനത്ത്, സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി PP കിരൺ, സ്റ്റാമ്പ് ഡിപ്പോ ഓഫീസർ രഘു തമ്മൻ ചന്ദ്രോത്ത്, ജൂനിയർ സൂപ്രണ്ട് T മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അനുബന്ധ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവരുടെ സംഘടനയായ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ AKPA 39ാം കണ്ണൂർ ജില്ലാ സമ്മേളനം നവംബർ 20, 21, 22 തീയതികളിൽ കണ്ണൂർ ജവഹർ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 3:30 നഗരം കേന്ദ്രീകരിച്ച് വിളംബര ജാഥയും നടക്കും. ചൊവ്വാഴ്ച രാവിലെ ഫോട്ടോ വീഡിയോ പ്രദർശനം ഡെപ്യൂട്ടി മേയർ K ഷബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ 39ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ വരുന്ന 21, 22 തീയതികളിൽ കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. ന് രാവിലെ 9 മണിക്ക് പതാക ഉയർത്തും. അതിൻ്റെ മുന്നോടി 20 വൈകുന്നേരം 3 മണിക്ക് ഒരു വിളംബര ജാഥ നടക്കുന്നുണ്ട്. 21 ചൊവ്വാഴ്ച രാവിലെ 9:30 ഫോട്ടോ വീഡിയോ പ്രദർശനം ഡെപ്യൂട്ടി മേയർ K ഷബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്യും. 10 ട്രേഡ് ഫെയർ കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർമാൻ PK രാഗേഷ് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2:30 പ്രഭാത ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് പ്രകടനം നടക്കും. വൈകിട്ട് 4 പൊതുസമ്മേളനം P സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്യും. 22 ബുധനാഴ്ച രാവിലെ 10 മുതൽ പ്രതിനിധി സമ്മേളനവും പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടക്കും. വാർത്താ സമ്മേളനത്തിൽ രാജേഷ് കരേള, പ്രജിത് കണ്ണൂർ, പ്രകാശ് സാഗർ, രാകേഷ് ആയിക്കര തുടങ്ങിയവർ പങ്കെടുത്തു. കാലാവസ്ഥ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്നു മുതൽ 20-ാം തീയതി വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും നാളെ കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലും 20-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നു മുതൽ 22 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം വടക്ക് ത്രിപുരയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി കുറഞ്ഞെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ വീണ്ടും ദുർബലമാകാനാണ് സാധ്യത. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർഷക ആത്മഹത്യ പെൻഷൻ മുടങ്ങിയതുകൊണ്ടല്ലെന്ന് EP ജയരാജൻ. ആത്മഹത്യക്ക് കാരണം ഫെഡറൽ ബാങ്കിന്റെ അനാസ്ഥ. സിബിൽ സ്കോർ പ്രശ്നത്തിലാണ് വായ്പ മുടങ്ങിയതെന്നും EP ജയരാജൻ. വേവ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 7ാമത് സുകുമാർ അഴീക്കോട് സ്മാരക പുരസ്കാരം പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്. 20,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സാഹിത്യകാരൻ M മുകുന്ദൻ സമ്മാനിക്കും. സർക്കാരിന്റെ വികസനക്ഷേമ നേട്ടങ്ങൾ ജനങ്ങളെ നേരിൽ കണ്ട് വിശദീകരിക്കാനാണ് നവകേരള സദസ്സെന്ന് MV ജയരാജൻ. രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ പരിപാടിക്കുണ്ടെന്നും MV.
ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.